നവജീവന യാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ടാണ്, അതിൻ്റെ പരിസമാപ്തി എന്നുള്ള നിലയിലാണ്, ആ ജാഥയുടെ പരിസമാപ്തി എന്നുള്ള നിലയിലാണ് നാളെ സെക്രട്ടേറിയറ്റ് വളയിൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ആ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യും. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, മുൻ പ്രസിഡന്റ് MM ഹസൻ അടക്കം മറ്റ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ, ഭാരവാഹികളൊക്കെ ഈ സമരപരിപാടിയെ അഭിസംബോധന ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേരും. ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം, സർക്കാർ ഇപ്പോൾ വലിയ PR വർക്കിനാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും ഡിപ്പാർട്ട്മെൻറ്റിനെയും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ഒരു ആസൂത്രിത നീക്കത്തിലൂടെ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഒരു സർക്കാരാണ്. 1,25,000 കോടി രൂപ കഴിഞ്ഞ 6 കൊല്ലമായി, കൃത്യമായി പറഞ്ഞാൽ 6 കൊല്ലമായി ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ ഭാഗമായ, പുതിയ ആനുകൂല്യമല്ല, ശമ്പളത്തിൻ്റെ ഭാഗമായ 1,25,000 കോടി രൂപ കവർന്നെടുക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം 10% DA പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും പേര് അഭിസംബോധന ചെയ്തുകൊണ്ട് വാട്സപ്പിലൂടെ അയച്ച മെസ്സേജ്, ആ മെസ്സേജിൽ 10% DA ഗവൺമെൻറ് അനുവദിക്കുമ്പോൾ അത് ഒരു മാസം, ഏപ്രിൽ മാസം എന്ന് പറയുന്ന ഒരു മാസം മാത്രമാണ് ആ DA കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഈ ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിയുന്നത്. പക്ഷേ അത് ആ ഉത്തരവ് ഇറക്കുമ്പോൾ 68 മാസത്തെ DA കുടിശ്ശിക കവർന്നെടുത്ത ഉത്തരവാണ്. അതിലൂടെ ഏകദേശം 10,000 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് ഞങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുന്നത്. അത് 6ാമത്തെ ഉത്തരവാണ്. അതിനു മുമ്പ് 5 ഉത്തരവ് ഇറക്കിയപ്പോഴും മുൻകാല പ്രാബല്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് 2021 മുതൽ DA അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം തരാത്തതിനാൽ 2019 തന്ന DAയുടെ മുൻകാല പ്രാബല്യം PF ലയിപ്പിച്ചത് അതും തരാത്തതിനാൽ, ശരിക്കും പറഞ്ഞാൽ 2019 മുതൽ ഇതുവരെ DA ഇനത്തിൽ മാത്രം 60,000 കോടി രൂപ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും തരാതെ പിടിച്ചു വച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണെന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഗവൺമെൻറ് 10% DA ഒരു മാസത്തേക്ക് പ്രഖ്യാപിച്ചിട്ട് മുഖ്യമന്ത്രി നേരിട്ട് ഇത് ഞങ്ങളുടെ ഔദാര്യമാണെന്നുള്ള, കാരണം ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ഇവർ പറഞ്ഞത് സർക്കാർ ജീവനക്കാരുടെ അവകാശമല്ല ക്ഷാമബത്ത എന്നാണ്. അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഈ PR വർക്കിലൂടെ, ഈ മെസ്സേജിലൂടെ. സർക്കാർ ജീവനക്കാരുടെ അവകാശമാണ് ക്ഷാമബത്ത അനുവദിച്ചെങ്കിൽ എന്തിനാ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നത്? അപ്പോൾ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നത് ഇത് ഞങ്ങളുടെ ഔദാര്യമാണെന്ന് ഈ ഗവൺമെൻറ് വീണ്ടും ബോധ്യപ്പെടുന്നതാണ്. NGO അസോസിയേഷൻ ആ വിഷയം വളരെ ശക്തമായി ഏറ്റെടുത്തിട്ടുണ്ട്.